ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് തക്കാളി, അതുപോലെ തന്നെ സവാള, അതുപോലെ മുളക്, ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ടെടുക്കാം. ഞാനിവിടെ മുളക് പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഇപ്പോൾ 1 സ്പൂണോ 2 സ്പൂണൊക്കെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ഒരു 10 മിനിറ്റൊക്കെ വഴറ്റിയ ശേഷം നന്നായിട്ട് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അതിപ്പോൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഇട്ടാൽ പിന്നെ പുളി കുറയ്ക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് മത്തിയെല്ലാം ആ ഒരു വെന്തുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മത്തി ആ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം മതി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറിയൊരു തീയിൽ നമുക്ക് നന്നായിട്ട് ഈ വെള്ളത്തിൽ ഇതെല്ലാം ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് നന്നായിട്ട് വന്ന ശേഷം നമുക്ക് പാത്രം മാറ്റിയ ശേഷം വേണമെങ്കിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, കറി റെഡി.